ഹായ്, ഇന്ന് നൈറ്റിലൊരു ലോങ് യാത്ര പോവാണ്. അപ്പം ഞങ്ങളൊരു 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്നത് മധുരയ്ക്കാണ്, മധുര എയർപോർട്ട്. അവിടുന്ന് ദുബായിക്ക് പോകും. അപ്പം ഞാനും മാമാട്ടിയാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് സൈഷേട്ടനും അപ്പം ഉണ്ടായിരുന്നു കൊണ്ടുവിടാൻ. അപ്പം 6:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു കുമളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ട് ഹോട്ടലിൽ കയറി. പൊറോട്ടയും ചില്ലി ചിക്കനും ബീഫും ഒക്കെയാണ് പറഞ്ഞത്. മാമാട്ടിക്ക് ദോശയാണ് കൊടുത്തേ, ഗീ ദോശ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ പതുക്കെ എയർപോർട്ടിലോട്ട് ഞങ്ങൾ തിരിച്ചു. ആദ്യമായിട്ടാണ് മധുര എയർപോർട്ടിൽ പോകുന്നത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. അവിടെ ചെന്നപ്പോൾ മാമാട്ടിക്ക് ചെറിയൊരു പനിക്കോൾ ഇടയ്ക്ക് വെച്ചൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ അപ്പുനോടും സൈഷേട്ടനോടും ഒക്കെ ബൈ പറഞ്ഞിട്ട് അത് തീറി. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു എയർപോർട്ടാണ്, അധികം വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെന്നു. പിന്നെ ഇമിഗ്രേഷൻ ആണെങ്കിൽ ഓപ്പൺ ആയില്ലായിരുന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ 10 മിനിറ്റ് വെയിറ്റ് ഒക്കെ ചെയ്തു. മാമാട്ടി ടാറ്റ കൊടുക്കുകയാണ് അപ്പൂനും സൈഷേട്ടനും ഒക്കെ. പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ട് അഴി എടുത്ത് പോവാ എന്നൊക്കെ അറിയാം. പിന്നെ പനിയുടെ ഒരു ക്ഷീണമുണ്ട്, നല്ല മുഖത്തുണ്ട്, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കണ്ണാടിയൊക്കെ വെച്ച് കൊടുത്തു. ഞങ്ങൾ ഗേറ്റ് ഓപ്പൺ ആയില്ലായിരുന്നു, ഗേറ്റ് 1 ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റൊക്കെ ചെയ്തു, ഒന്ന് ഫ്രഷൊക്കെ ആയി, വാഷ്റൂമിലൊക്കെ പോയി. മമ്മട്ടി ഇങ്ങനെ നല്ല ക്ഷീണമുണ്ട് പനിയുടെ മുഖത്ത്. എന്നിട്ട് ആളിടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഗേറ്റ് ഓപ്പണായി, എല്ലാവരും വന്നിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണേ. അപ്പം ഈ എയർപോർട്ടിൽ എന്ന് വെച്ചാൽ നമുക്ക് അതായത് കുട്ടികളൊക്കെ ഉള്ളവർക്ക് എല്ലാം പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ വീടും എല്ലാ സ്ഥലത്താണെങ്കിൽ തന്നെ നമുക്കാണ് മുൻഗണന അവിടെ ചെല്ലുമ്പോൾ. അപ്പം പിന്നെ എൻ്റെ പോലെ കുറേ ഫാമിലി ഉണ്ടായിരുന്നു കുട്ടികളെയും കൊണ്ട്. അപ്പോൾ അവരെ ആദ്യം ഫ്ലൈറ്റ് കയറ്റും. അങ്ങനെയാണ് ഇവിടെ. ഇൻഡിഗോ ഫ്ലൈറ്റൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ഓൾറെഡി ലേറ്റായിരുന്നു. 8:50 പറഞ്ഞത് 9:20 ഫ്ലൈറ്റ് എടുത്തപ്പം. പിന്നെ മാമാട്ടി എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, പനിയും കൂടെ ആയതുകൊണ്ട് നല്ല ടെൻഷനുണ്ടായിരുന്നു എനിക്ക്, വഴക്കുണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയ ആൾ നടന്ന് സീറ്റിൻ്റെ അടുത്ത് പോയി. 27 ആയിരുന്നു ഞങ്ങളുടെ സീറ്റ് നമ്പർ, വിൻഡോ സീറ്റ് ഉണ്ടായിരുന്നു. ആൾ നല്ല ഹാപ്പി ആയിട്ട് സീറ്റിലൊക്കെ ഇരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ആളാകാൻ പറ്റും. കാരണം അപ്പുറത്തെ സീറ്റിൽ ഒരാൾ വന്നിരുന്നപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബായി. കാരണം ആൾക്കൊരു പേടി പോലെ. പിന്നെ സീറ്റ് ഇരുന്നതേ ഇല്ല, വഴക്ക് തുടങ്ങി. അങ്ങനെ എൻ്റെ മടിയിൽ ചാടി വന്നിരുന്നു, സീറ്റ് ഇരുന്നതേ ഇല്ല. അതുകൊണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല ബഹളമായിരുന്നു. നമ്മൾ സീറ്റിൽ ഇരുന്നില്ല. അവിടെ ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞ അവർ സീറ്റ് ഇരുത്ത് ബെൽറ്റ് ഇട്ടിട്ട് ഇരുത്തണം. 3 വയസ്സാകാറായ കുട്ടികളെ അങ്ങനെ ഇരുത്തണം. പക്ഷേ ആൾ സമ്മതിച്ചേ ഇല്ല. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ കരഞ്ഞു, പിടിച്ച് സീറ്റ് ബെൽറ്റ് ഇട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എടുത്ത് മടി വെച്ചു, ഭയങ്കര കരച്ചിലായിരുന്നു. എന്നോട് പനിയും കൂടെ ഉള്ളതുകൊണ്ടേ. പിന്നെ അവൾ സീറ്റ് ഇരുന്നതേ ഇല്ല, എൻ്റെ മടിയിൽ തന്നെയാണ് ലാൻഡ് ചെയ്യുന്നിടം വരെ ഇരുന്നത്. ആൾക്ക് അടുത്തൊരാൾ വന്നിരുന്നപ്പോൾ ഭയങ്കര പേടിയും ടെൻഷനും ഇതൊക്കെ ആയി. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. മാമാട്ടി നല്ല ഉറക്കമായിരുന്നു, പനിയുടെ ക്ഷീണമൊക്കെ കൊണ്ട് നല്ലതായിട്ട് ഉറങ്ങി എൻ്റെ മടിയിൽ ഇരുന്നിട്ട്. ചൂടുണ്ടായിരുന്നു, എനിക്കാണെങ്കിൽ ടെൻഷനാണ്, എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്താൽ മതി എന്നുള്ള. കുഞ്ഞിന് നല്ല ഫീവർ ഉള്ളതുകൊണ്ടേ. നല്ല കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. നമ്മുടെ ഭൂമി കാണുമ്പോൾ തന്നെ മണ്ടയിൽ ഇങ്ങനെ മേഘങ്ങളൊക്കെ നല്ല പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ. ഫ്ലൈറ്റ് യാത്ര ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഫ്ലൈറ്റ് യാത്ര ചെയ്യണം. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഫ്ലൈറ്റ് വരുമ്പോൾ വീടിന് മുറ്റത്തിറങ്ങി ഇങ്ങനെ നോക്കും. എന്നൊക്കെ ഭയങ്കര എളുപ്പത്തോടെ നോക്കുമായിരുന്നു. അതിൽ കയറാമെന്ന് നമ്മൾ അന്നൊന്നും വിചാരിക്കുന്നതേ ഇല്ലല്ലോ. ഇപ്പോൾ ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ എങ്ങനെ ഓർക്കും. അപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാത്തവരൊക്കെ ഇതൊരു എക്സ്പീരിയൻസ് ആണെന്ന് കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ. പിന്നെ ഇടയ്ക്ക് ഞാൻ അയാൾ എണീച്ചപ്പോൾ ഒന്ന് ഹാപ്പിയൊക്കെ ആക്കുന്നുണ്ട്. പനിയുടെയൊക്കെ ഒന്ന് മൂട് മാറ്റി. ഞാൻ എൻ്റെ ടവലുണ്ടായിരുന്നു, അതിൽ വെള്ളം നനച്ച് ഇടയ്ക്കൊന്ന് കഴുത്തൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ആകപ്പാടെ ടെൻഷൻ നിറഞ്ഞൊരു യാത്രയായിരുന്നു. എന്തായാലും 1 മണിക്കൂർ ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. എയർപോർട്ടിൽ മജുവേട്ടൻ നല്ല വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും ദുബായിലെത്തി. നല്ല ക്ലൈമറ്റൊക്കെ, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. മാമാട്ടിയും കൊണ്ട് പുറത്തിറങ്ങി. മജുവേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡാഡിയെ കണ്ടു. മാമാട്ടി ഞങ്ങളാദ്യം ഫുഡ് കഴിക്കാനാണ് പോയത്. ഇറങ്ങിയിട്ട് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലോട്ട് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ ചെന്നൊന്ന് ഫ്രഷൊക്കെ ആയി, കുളിയൊക്കെ കഴിഞ്ഞു. മാമാട്ടിക്ക് മരുന്നൊക്കെ കൊടുത്തു പനിയുടെ. ഇച്ചിരി ഉഷാറൊക്കെ ആയി, ഫോണൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ദുബായിലെ കുറച്ച് വീഡിയോസൊക്കെ കാണാം. ബൈ.